രതീഷ്, ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തലുകൾ അതേപടി ശരിവെക്കുന്നതാണോ ജേക്കബ് തോമസിനെതിരായ CAGയുടെ റിപ്പോർട്ടും? മഞ്ജുഷ്, ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തലുകളെ അപ്പാടെ ശരിവെക്കുന്നതാണെന്ന് നിയമസഭയിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട്. 2009 മുതൽ 2014 വരെയാണ് സംസ്ഥാന തുറമുഖ വകുപ്പിന്റെ ഡയറക്ടറായി ജേക്കബ് തോമസ് ജോലിയിലുണ്ടായിരുന്നത്. ഈ സമയത്ത് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വലിയ വീഴ്ചയും ക്രമക്കേടും സംഭവിച്ചുവെന്ന റിപ്പോർട്ടിൽ അക്കമിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമായും 4 ആരോപണങ്ങൾ, 4 കണ്ടെത്തലുകളാണ് ജേക്കബ് തോമസിനെതിരെ ഉള്ളത്. ഒന്നാമത്തേത്, തുറമുഖ ഡയറക്ടറേറ്റിലെ കെട്ടിട നിർമ്മാണത്തിൽ വലിയ വീഴ്ചയുണ്ടായി. 1.93 കോടി രൂപയ്ക്കാണ് നിർമ്മാണ പ്രവർത്തനം നടന്നത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻകൂർ അനുമതി ഉണ്ടായിരുന്നില്ല. നഗരസഭയുടെ പോലും അനുമതി വാങ്ങാതെയാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. മാത്രമല്ല, PWD മാനുവൽ ലംഘിച്ചുകൊണ്ടായിരുന്നു നിർമ്മാണ പ്രവർത്തനം. നഗരസഭയുടെ അനുമതി ഇല്ലാത്തതിനാൽ 2.4 ലക്ഷം രൂപയുടെ അധിക നികുതി ബാധ്യത ഉണ്ടായി എന്ന് CAG കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമത്തേത്, കൊടുങ്ങല്ലൂർ തുറമുഖത്തിൽ സിഗ്നൽ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. സിഗ്നൽ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങിയതിനു ശേഷം പിന്നീട് കോൺഫറൻസ് ഹാൾ പണിയുകയായിരുന്നു. ഇതിന് സർക്കാരിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല. ഈ കോൺഫറൻസ് ഹാൾ ഇപ്പോൾ നശിച്ച നിലയിലാണ്. സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് പണം വകമാറ്റുകയായിരുന്നുവെന്ന് CAG കണ്ടെത്തുന്നു. മൂന്നാമത്തേത്, തുറമുഖങ്ങളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. 11 തുറമുഖങ്ങളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ നടപടിയെടുത്തുവെങ്കിലും 9 ഇത് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. സർക്കാരിനെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിച്ചു. അനധികൃത ചെലവുണ്ടായി. തുക വകമാറ്റുന്ന തുല്യമാണ് ഡയറക്ടർ നടപടിയെന്ന് CAG ചൂണ്ടിക്കാണിക്കുന്നു. നാലാമത്തേത്, കൊല്ലം തുറമുഖത്ത് ക്രെയിൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കരാറുകാരൻ ഈ ക്രെയിൻ നൽകുന്നതിന് സമയം വൈകിപ്പിച്ചു. ഈ സമയത്തുണ്ടായ ലിക്വിഡേറ്റ് ഡാമേജ് തിരിച്ചു പിടിക്കുന്നതിൽ വലിയ വീഴ്ച ജേക്കബ് തോമസിന്റെ ഭാഗത്തുണ്ടായി എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ നേരത്തെയുള്ള കണ്ടെത്തലുകളെ ശരിവയ്ക്കുകയാണ് ഇപ്പോൾ CAGയും. മഞ്ജുഷ്, ജേക്കബ് തോമസിനെതിരെ